പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുവാൻ, കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശങ്ങളെയും അവസരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഒരു നാളും നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്തു പറയും. കർത്താവിനോട് പറയുന്ന ചില വേദഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ വാക്കുകൾ കൊണ്ട് പറയുന്നവർ എന്ന് പറഞ്ഞാൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അങ്ങനെ പറയുന്നവൻ തിരിച്ച് കർത്താവിനോട് പറയുന്ന ചില മറുപടികളാണ് 22-ാം വാക്യത്തിൽ ഞാൻ വായിച്ചത്. അവിടെ കർത്താവിനോട് അവർ മറുപടി പറയുക. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നമുക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് പറച്ചിലല്ല യോഗ്യത എന്നും, നീ ചെയ്ത അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവചനങ്ങളോ ഒന്നുമല്ല സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ള യോഗ്യത എന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുക. എന്ന് പറഞ്ഞാൽ, പരീശന്മാര് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ ഈ സംഭാഷണ ശൈലി അനുസരിച്ച് അന്നത്തെ നാളിലും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രവചിക്കുകയോ വീര്യപ്രവൃത്തികൾ ചെയ്യുകയോ അത്ഭുതങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അധർമ്മം വിട്ടുമാറാതെയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ അധർമ്മം വിട്ടുമാറാതെയുള്ള ഒരു പ്രവൃത്തികളും ദൈവം അംഗീകരിക്കുകയോ അവരെ സ്വീകരിക്കുകയോ അവരുടെ വാക്കിൽ ആ ദൈവം അത് വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഇവിടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി മാറും. അതുകൊണ്ടാണ് അവർ പറയുന്നത്, തിരിച്ചു പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തെല്ലാം പരിപാടികൾ ചെയ്തെന്നറിയാമോ? കൺവെൻഷൻ വെച്ചു, പരസ്യയോഗം വെച്ചു, ഉപവാസപ്രാർത്ഥനകൾ വെച്ചു, പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് വീര്യപ്രവൃത്തി നടന്നു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. നോ നോ നോ, എൻ്റെ ദൈവത്തിന് ഇതൊന്നും ദൈവത്തിന് താല്പര്യമില്ലെന്ന്. നീ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നീ വിശുദ്ധമായിട്ട് നിന്നോ, നീ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തോ, നീ കർത്താവിൻ്റെ താല്പര്യങ്ങൾ നിവർത്തീകരിപ്പാൻ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തോ. ഇതൊക്കെയാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നമ്മളിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് തിരിച്ച് അങ്ങോട്ടും മറുപടി പറയുന്നത്. ഇന്ന് പകലിൽ ഏറ്റുപറയുന്നവനല്ല യഥാർത്ഥമായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഏറ്റുപറഞ്ഞ് ദൈവവാദപീഠത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ്. നോക്കിയേ, ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ, പറയുന്നവനും പ്രവർത്തിക്കുന്നവനും തമ്മിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അന്തരമാണ് ഇവിടെ യേശു പറയുന്നു. ഒന്നുകൂടി പറഞ്ഞ, ശിഷ്യന്മാരും യഹൂദന്മാരും തമ്മിലുള്ള അന്തരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പറച്ചിൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രവൃത്തിയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യുകയുള്ളൂ, പ്രവേശിക്കുകയുള്ളൂ. ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നവരുടെ ഗണത്തിലുള്ളവരല്ല, മറിച്ച് അവർ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ഗണത്തിലല്ല എന്നിവിടെ നമുക്ക് കാണാൻ കഴിയും. അവർ സ്വന്തം പ്രത്യേകതയായി ഉയർത്തി കാണിക്കുന്നത് അവിടെ വിശ്വാസ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് അവർ ചെയ്തിരിക്കുന്ന ചില നല്ല പ്രവൃത്തികളാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. വിശ്വാസം ഏറ്റുപറയുന്നതിനാൽ നീതീകരണം ലഭിക്കുകയില്ല എന്ന് അവർക്കറിയാം. അക്കാരണത്താൽ മനുഷ്യരുടെ മുമ്പിൽ യേശുവിൻ്റെ നാമം
വീര്യപ്രവർത്തികളുടെയും മഹത്വത്തിലാണെന്ന് അവർ മുന്നേറുന്നത് എന്ന് അവർ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ യേശുവിൻ്റെ മുമ്പിൽ വന്ന് അവരെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് നിരത്തി വയ്ക്കുമ്പോൾ, നിങ്ങൾ ചെയ്ത വീര്യപ്രവർത്തികളുടെ അകത്തല്ല എൻ്റെ മഹത്വം ഇറങ്ങുന്നത്, പിന്നെയോ നിങ്ങൾ എൻ്റെ നാമത്തിൽ കഷ്ടതയുടെ അനുഭവം, തീയുടെ അനുഭവത്തിൽ കൂടി, അല്ലെങ്കിൽ കയ്പിൻ്റെ അനുഭവത്തിൽ കൂടി, കഷ്ടതയുടെ അനുഭവത്തിൽ കൂടി, അഗ്നി പരിശോധനയിൽ കൂടിയൊക്കെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ നാമം തള്ളിക്കളയാതെ മുറുകെ പിടിച്ചതിലുള്ള അതിലാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നത്. ഇത് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം, നീ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസരങ്ങളുടെ നടുവിൽ ദൈവനാമം മുറുകെ പിടിക്കുന്നതാണ് ദൈവമഹത്വം നിന്റെ മേൽ വെളിപ്പെടുന്നത്. ആ മഹത്വമാണ് ദൈവം നിന്നെ ഉയർത്തുന്നത് എന്നിവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യേക ഭാഗത്തിൽ ദൈവം പറയുകയാണ്, അവൻ പറയും, ഒരു നാളിൽ നിങ്ങളിൽ ഞാൻ അറിയുന്നില്ല എന്നിവിടെ പറയുകയാണ്. അതിന്റെ കാരണം എന്താ? അവരുടെ അധർമ്മം വിട്ടുമാറിയിട്ടില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിന്റെ മറുപടി തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിന്റെ അധർമ്മം വിട്ടുമാറി യഥാർത്ഥമായി ദൈവസന്നിധി സറണ്ടറായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നിന്റെ ജീവിത അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞാൽ മതി. നീ കൂടുതൽ പ്രവർത്തികളൊന്നും ചെയ്യാൻ പോകണ്ട. ദൈവത്തോട് ഇങ്ങനെ പറയുക, ദൈവമേ, നീ ഹൃദയംഗമായി എന്നെ ഏൽപ്പിക്കുന്നപ്പാ, എൻ്റെ ക്രൂശികൾ ക്ഷമിക്കണമേ, ദൈവമേ, ഞാനിത് സറണ്ടർ ആകുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ ദൈവം നിന്റെ മേൽ ദൈവത്തിന് കൃപയിറങ്ങും. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. മാറനാഥ.